പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് മുമ്പിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്. ശത്രുവിനോട് പോലും സ്നേഹിക്കുവാൻ ആവശ്യപ്പെടുന്ന യേശുവിൻ്റെ ഒരു ആത്മീയത ഇന്ന് നമുക്ക് മുൻപിൽ സുവിശേഷ ഭാഗം വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശു പറയുന്നു, നിന്നെ ദ്രോഹിക്കുന്ന നിന്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന്. ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ശത്രു എന്നോട് എത്രമേൽ മോശമായിട്ട് പെരുമാറിയാലും ഒരിക്കലും അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഞാൻ പിന്മാറരുത് എന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. തുടർന്നും ദൈവം പറയുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നുള്ളത്. സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം ചെളിവാരി തേക്കുവാൻ ഉതകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നവരോട്, നമ്മളോട് മോശമായിട്ട് സംസാരിക്കുന്നവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു പറയുന്ന ഒരു കാലഘട്ടം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന ലോ ഓഫ് റിട്ടാലിയേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ യേശു കൊണ്ടുവരുന്ന സ്നേഹത്തിൻ്റെ ഈ പുതിയ സംസ്കാരം ഈ ഒരു കാലഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്രകാരം സ്നേഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഉണർത്തുപാട്ടാണ് ഇന്നത്തെ സുവിശേഷം. അതിനായിട്ട് നമ്മുടെ ചെവികളെ നമുക്ക് കൊടുക്കാം. ആമേൻ. നിൻ വഴിയേ നടക്കാം.